അഭിവാദ്യങ്ങൾ. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതർ, വിശിഷ്ട അതിഥികൾ, വ്യക്തികൾ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, അടുത്ത സ്വീകരണത്തിലേക്ക് പോകാൻ സമയമായതുകൊണ്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗ്രഹിച്ചതുകൊണ്ടും ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. മനുഷ്യൻ മറ്റെല്ലാ ജീവിയിൽ നിന്നും ഉത്കൃഷ്ട ജീവിയാണ്, ബുദ്ധിജീവിയാണ്, ചിന്തകനാണ്. പുരോഗതിയിലേക്ക് കുതിച്ചു കയറാൻ കഴിവുറ്റവനാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭൗതിക പുരോഗതികളിലേക്കും കുതിച്ചെത്തിയവരും ദൈനംദിനം പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് പുതിയ സംഭവങ്ങൾ കാഴ്ചവെക്കുന്നവനും മനുഷ്യൻ തന്നെയാണ്. ക്ലോണിംഗ് മനുഷ്യനെയും ക്ലോണിംഗ് മൃഗങ്ങളെയും ഉണ്ടാക്കുന്നതുവരെ, അങ്ങകലെ ചന്ദ്രനിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നതുവരെ ഭൂഗർഭശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തമനുസരിച്ച് ഭൂമിയിൽ അന്തർലീനമായ ആയിരക്കണക്കിന് സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതുവരെ മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി ഭൂമിയേക്കാൾ 5 ഇരട്ടിയും 7 ഇരട്ടിയുമൊക്കെ ഉള്ള സ്ഥലങ്ങളും ഗ്രഹങ്ങളും കണ്ടുപിടിച്ചത് മനുഷ്യനാണ്, മനുഷ്യന്റെ ബുദ്ധിയാണ്. സർവശക്തനായ അല്ലാഹു മനുഷ്യന് കൊടുത്ത ബുദ്ധിയാണ് കഴിവാണ്. ഇത്രയും ബുദ്ധിയും ചിന്തയും വിവേകവും ഉള്ള മനുഷ്യൻ എങ്ങനെ അധപ്പതനത്തിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നാം അറ്റം കാണാതെ, കാരണം കാണാതെ ഉഴലുകയാണ്. എങ്കിലും ഒരേ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ധാർമ്മിക ബോധം നഷ്ടപ്പെടുകയും അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും അക്രമത്തിലേക്കും മനുഷ്യൻ ചാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എന്റെ നേതാവ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, മഹാനവറുകളും ഈ സ്റ്റേജിൽ അണിനിരന്നവരും അല്ലാത്തവരുമായ മഹത്തുക്കളായ സയ്യിദുമാർ, ഉലമാക്കൾ, പണ്ഡിതർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാം കൂടി ഒത്തുചേർന്ന് ഞങ്ങൾ ഈ യാത്ര നടത്തുകയാണ്, ആരംഭിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് വാക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, ഇവിടെ കേരളത്തിൽ സാക്ഷരത ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. സാക്ഷരത ഉണ്ടാക്കി. അന്ന് ഈ സാക്ഷരത കേരളത്തിലുണ്ടാകുന്നതിന് ആരും തടസ്സമായി നിന്നില്ല. രാഷ്ട്രീയ കക്ഷികളോ അല്ലാത്തവരോ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചില്ല. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി
ഇവിടെ സാക്ഷരത കേരളത്തിന് കൈവന്നതായി അവകാശപ്പെടാൻ എല്ലാവർക്കും സാധിച്ചു. പക്ഷേ ആ സാക്ഷരത വെറും വായനയിൽ ഒതുക്കാതെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ പിന്നീട് ശ്രമിച്ചോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചിന്താവിഷയമാണ്. ഏതായാലും അങ്ങനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നത് തീർച്ച. ഞാൻ പറയുന്നത് ജാതികൾക്കും മതങ്ങൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരും പ്രവർത്തിച്ചതുകൊണ്ട് സാക്ഷരത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് മാനവികത ഉയർത്തിപ്പിടിക്കാൻ, മാനവികതയിലേക്ക് ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാൻ ആദ്യമായി അതിന് സംവിധാനം ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കണം. അതാണ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഗവൺമെന്റ് ഇതിന് സംവിധാനമൊരുക്കുമ്പോൾ ജനങ്ങളെ കിട്ടുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. എല്ലാ ജനങ്ങളിൽ നിന്ന് ധാർമ്മിക ബോധം വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആണ്. ഒരു ചെറിയ പറ്റം ആളുകൾ മാത്രം നേരത്തെ നാം കേട്ടതുപോലെ അധാർമികതയും അരാജകത്വവും ഇവിടെ സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് വേണ്ടാത്തതാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്. ആ ജനങ്ങളുടെ പിന്തുണയും ഞങ്ങളുടെ സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും പിന്തുണയും ഗവൺമെന്റിനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന മുഴുവൻ വ്യക്തി സംരംഭങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ നല്ലവരായി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് ആർ തന്നെ എതിര് നിന്നാലും അവരെ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തണം. അവരെ ഒറ്റപ്പെടുത്തി നിങ്ങളെ ഈ വഴിക്ക് വിടുകയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ ഈ മഹത്തായ സന്ദേശം മാനവികത ഇവിടെ ഉണർത്തുന്നതിനു വേണ്ടി, ഉണർത്തുക മാത്രമല്ല അത് നിലനിർത്തുന്നതിനു വേണ്ടി എല്ലാ ജനങ്ങളും യത്നിക്കണം, ഒന്നായി ചേരണം, ഒന്നായി പ്രവർത്തിക്കണം. ചിന്തയില്ലാതെയാണ് മാനവികതയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചില പ്രസംഗങ്ങളിൽ കേട്ടതുപോലെ നമ്മുടെ കാസർഗോഡ് തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇതെന്തിനാണെന്ന് ചിന്തിക്കാൻ അവരൊരു അല്പസമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാനവികതയ്ക്കെതിരായി, ധാർമ്മികതയ്ക്കെതിരായി, അരാജകത്വത്തിലേക്ക്, അധാർമികതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും ഒരല്പനേരം ഇരുന്ന് ചിന്തിച്ച് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഞങ്ങളുടെ സ്വശരീരത്തിന് ഗുണകരമല്ല, ഞങ്ങളെ കുടുംബത്തിന് ഗുണകരമല്ല, നാടിന് ഗുണകരമല്ല, സമുദായത്തിന് ഗുണകരമല്ല, ഒരു വ്യക്തിക്കും ഒരു സ്ഥലത്തും എവിടെയും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് അത്തരക്കാരായ ആളുകൾ അതിൽ നിന്ന് പിന്മാറുകയും അവരെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സൗമ്യനശ്ചര്യയോടുകൂടി, സൗമ്യത്തോടുകൂടി പിന്തിരിപ്പിക്കാൻ അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തി എല്ലാ ജനങ്ങളും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ മുഴുവൻ ജനങ്ങളും ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാനവികത ഇവിടെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ വളരെ വേദനയുള്ളതും വളരെ ദുഃഖമുള്ളതും മനുഷ്യത്വത്തിന് നിരക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ആ
സംഭവത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുത്ത് നല്ല ഒരു നാളേക്ക് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അതിന് വാർത്താമാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും മറ്റ് ജനങ്ങളും എല്ലാവരും ഇതിന് ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ യാത്രയുടെ സന്ദേശമായി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത പരിപാടികളിലെല്ലാം വരും. ഈ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവരുദ്ദേശിച്ച നിലക്കുള്ള അവന്റെ എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ അബ്ദുൽ നാസിർ മഅദനി അടക്കം അകാരണമായി ശിക്ഷിക്കപ്പെടുന്ന ആളുകളെയെല്ലാം അല്ലാഹു തആല മോചിപ്പിക്കുമാറാകട്ടെ. അബ്ദുൽ നാസിർ മഅദനിക്ക് വേണ്ടി മുഖ്യമന്ത്രി കത്തയച്ചു, പ്രതിപക്ഷ നേതാവ് കത്തയച്ചു, ഞാൻ കത്തയച്ചു, ഇവിടുത്തെ മറ്റ് സംഘടനകളൊക്കെ കത്തയച്ചു. ഒരു നീതി കാണിക്കണം, അദ്ദേഹത്തെ വിചാരണ ചെയ്ത് കുറ്റമാണെങ്കിൽ ശിക്ഷിക്കാമെന്ന്. പക്ഷേ അതൊന്നും കാണാത്തതിൽ വാസ്തവത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. ഇത് മനുഷ്യ മൗമൂല്യത്തെ തകർക്കുന്ന ഒരു ചെയ്തിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് രാഷ്ട്രീയമോ കക്ഷിയോ മറ്റൊന്നും നോക്കാതെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്ന നിലക്ക് നാം എല്ലാ ഇടങ്ങളിലും പ്രവർത്തിക്കണം. അതിൽ രാഷ്ട്രീയം നോക്കുകയോ മറ്റെന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്താൽ അപകടമായിരിക്കും. അതുകൊണ്ട് എല്ലാ വ്യക്തികളും രാഷ്ട്രീയം മറന്ന് ജാതികൾ വ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ, കുടുംബ വ്യത്യാസമില്ലാതെ മനുഷ്യരെന്ന ഒരേ ഒരു ചിന്തയിൽ എല്ലാ ആളുകളും പ്രവർത്തിച്ച് ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കാൻ, നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാക്കാൻ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വർഗത്തിലും നമ്മുടെ സംഘടനകളിലും സ്ഥാപനങ്ങളിലും എല്ലായിടത്തും സമാധാനമുണ്ടാക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കുക. ആശയ വ്യത്യാസമുണ്ടെങ്കിൽ ആശയത്തെ ആശയം കൊണ്ട് മാത്രം നേരിടുക, അല്ലാത്ത വിധത്തിൽ നേരിടാതിരിക്കുക. അതാണ് ഞങ്ങളുടെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തട്ടെ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം പരിപൂർണമായി വിജയത്തിലാക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് ഒരുപാട് കെട്ട